ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ഇന്ന് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംശയമുനയിൽ വരുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണിന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വെറും പോറ്റിയെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് തലയൂരാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തിയത്. പക്ഷേ അതൊന്നും ഇനി വിലപ്പോവില്ല. കാരണം ഇത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതിൻ്റെ വാദമൊക്കെ ഇനി നടക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ബലാത്സംഗ കേസ് പോലുള്ള പ്രമാദമായ കേസുകളാണ് അടച്ചിട്ട മുറിയിൽ കേൾക്കുന്നത്. പക്ഷേ ഇതും അത്തരത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ വലിയ ഗൂഢാലോചന അല്ലെങ്കിൽ വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പോറ്റിക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കേരളീയ പൊതുസമൂഹം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അവരുടെ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണ് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ആരൊക്കെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് അവരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ വന്നാൽ ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് പിണറായി സർക്കാരിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് പോവുകയെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.